പ്രിയപ്പെട്ടവർ, ഈ പുസ്തക പ്രകാശന ആവിഷ്കാരത്തിൽ സാധാരണഗതിയിൽ ചടങ്ങ് എന്ന വാക്കായിരുന്നു പുസ്തക പ്രകാശനം എന്ന് കഴിഞ്ഞ ഉടനെ ചേർക്കേണ്ടിയിരുന്നത്. അങ്ങനെ തന്നെ ചേർക്കണമെന്ന് കരുതിയാണ് ഞാൻ പുസ്തക പ്രകാശന എന്ന് പറഞ്ഞ് ചടങ്ങ് എന്ന് പറയാൻ ശ്രമിച്ചപ്പോഴേക്കും ഇതുപോലുള്ളൊരു സദസ്സിൽ ചടങ്ങ് എന്ന് പറയുന്നത് അപ്രസക്തമാകും. അതുകൊണ്ടാണ് പുസ്തക പ്രകാശന ആവിഷ്കാരം എന്ന് ഞാൻ പറഞ്ഞത്. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം കേരളം മുഴുവൻ, മലയാളികളായ മലയാളികൾ മുഴുവൻ പപ്പേട്ടൻ എന്ന് ആദരവോടെ സ്നേഹത്തോടെ വിളിക്കുന്ന ടി പത്മനാഭൻ എന്ന മലയാളത്തിൻ്റെ മഹാവിസ്മയത്തിൻ്റെ ശാരീരികമായ പ്രയാസങ്ങൾക്കിടയിലും തൻ്റെ പ്രകാശന ദൗത്യം നിർവഹിച്ച് പോകുന്നതിന് പകരം ഡോക്ടർ PK പോക്കർ നടത്തുന്ന അദ്ദേഹത്തിൻ്റെ എഴുത്തനുഭവങ്ങൾ ഉൾപ്പെടെയുള്ള അവതരണം കൂടി കേട്ടതിന് ശേഷമേ എത്ര പ്രയാസമുണ്ടെങ്കിലും ഞാൻ പോവൂ എന്ന ആ തീർപ്പാണ്, ഉറച്ചുള്ള ഇരിപ്പാണ് ചടങ്ങ് എന്ന വാക്കുപേക്ഷിക്കാൻ എനിക്ക് ഊർജം പകർന്നത്. മറ്റൊന്ന്, ഈ പുസ്തകത്തെക്കുറിച്ച് മലയാളത്തിൻ്റെ അഭിമാനമായ പ്രിയപ്പെട്ട ഖദീജ മുംതാസ്, പ്രിയപ്പെട്ട പാറക്കടവ് എന്നിവർക്ക് പുറമെ അവരുടെ എല്ലാം പ്രഭാഷണങ്ങൾ ഏറെക്കുറെ മാസത്തിലൊരു 5-6 തവണ ഇതേ KP കേശവമേനോൻ ഹാളിൽ നിങ്ങളും ഞാനുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്നിവിടെ കേട്ട പ്രധാനപ്പെട്ട ഒരു ശബ്ദം നവീൻ പ്രസാദ് അലക്സിൻ്റെയാണ്. അദ്ദേഹം ഈ പുസ്തകത്തെക്കുറിച്ച്, അതിൻ്റെ സൈദ്ധാന്തിക പശ്ചാത്തലത്തെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായി സംസാരിച്ചു. പോക്കർ മാഷുടെ പുസ്തകത്തെക്കുറിച്ചൊരു ചെറിയ കുറിപ്പ് എഴുതുന്ന സമയത്ത് ഞാൻ തലക്കെട്ട് കൊടുത്തിരുന്നില്ല. ചെറിയ കുറിപ്പ് കഴിഞ്ഞ ആഴ്ചത്തെ മാധ്യമ വാരാന്ത പതിപ്പിൽ സാധാരണ ഞാൻ തലക്കെട്ടുകൾ ആദ്യം എഴുതി പിന്നീട് കുറിപ്പുകൾ എഴുതുകയാണ് പതിവ്. എന്നാൽ ഡോക്ടർ PK പോക്കറുടെ എരിക്കിൻതി എന്ന പ്രഭാഷണം നടത്തിയ എല്ലാവരും ആ എരിക്കിന്തിയെക്കുറിച്ചുള്ള തങ്ങളുടെ വ്യത്യസ്ത വായനകൾ അവതരിപ്പിച്ചു. അതേക്കുറിച്ച് എഴുതുമ്പോൾ തലക്കെട്ട് കൊടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് തലക്കെട്ട് ഞാൻ പ്രമോദ് ഗംഗാധരന്, മാധ്യമം വീക്കെൻഡിൻ്റെ എഡിറ്റർക്ക് ഒരു കടലാസിൽ മുരുക്കിൻ പൂവല്ല ഇതെരിക്കിൻ തീയാണ് എന്നെഴുതി ഓക്കെ ആണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡബിൾ ഓക്കെ ആണ്. ഒരു പക്ഷേ ഈ പുസ്തകത്തെപ്പറ്റി എനിക്ക് പറയാനുള്ളത് മുഴുവൻ ആ തലക്കെട്ടിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മുരുക്കിൻ പൂവല്ല, ഇത് എരിക്കിൻ തീയാണ്. അതാണ് ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഈ പുസ്തകം തുടങ്ങുന്നത് പേര് പരിഹാസത്തിൽ നിന്നാണ്. ഈ പുസ്തകം അവസാനിക്കുന്നത് എന്ന് പറഞ്ഞുകൂടാ, ഒരു കോമയിട്ട് ആരംഭിക്കുന്നത് സംവാദങ്ങളുടെ അനിവാര്യത അമർത്തി പറഞ്ഞുകൊണ്ടാണ്. സത്യത്തിൽ നമുക്കിടയിൽ ഇതിലൊരു പക്ഷേ വിമർശന വിധേയമാകുന്നവരും സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് സജീവമായി ഇടപെടുന്നവരും തങ്ങളുടെ പ്രതിഭയുടെ മുദ്ര പതിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രകാശം പരത്തിയവരുമാണ്. പക്ഷേ അതുകൊണ്ട് പ്രതിഭാശാലികൾക്ക് അന്ധമേഖലകൾ ഉണ്ടാവുകയില്ലെന്നോ ഉണ്ടാവാൻ പാടില്ലെന്നോ അതിന് XY വ്യത്യാസമൊന്നുമില്ല. മഹത്വത്തിലും അന്ധമേഖലകൾ ഉണ്ടാവും. അതവരുടെ അക്കില്ലസ് മടമ്പാണ്. അവിടെ തട്ടുമ്പോൾ ഏത് കരുത്തനും മറിഞ്ഞു കെട്ടി വീഴും. അത് ചൂണ്ടിക്കാണിച്ച് കൊടുക്കുന്നതാണ് മഹത്വത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം. അതുകൊണ്ട് മഹത്വത്തിലെ പ്രകാശമേഖലകളെ മാത്രമല്ല അതിലെ അന്ധമേഖലകളും അടയാളപ്പെടുത്തേണ്ടതുണ്ട്.
പല കാരണങ്ങളാൽ അത് അടയാളപ്പെടുത്തപ്പെടാതെ പോവുകയാണ് പതിവ്. അത് ഡോക്ടർ PK പോക്കർ പപ്പേട്ടൻ ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ, ഈ പുസ്തകത്തിൻ്റെ പ്രകാശന ആവിഷ്കാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നിവർന്നു നിന്നുകൊണ്ട് വളരെ ധീരമായി വരും വരായികളെക്കുറിച്ചുള്ള ഒരു വേവലാതിയും കൂടാതെ അവതരിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തോട് എനിക്കുള്ള പ്രിയം. അതിലേറെ ഈ ഒരു സന്ദർഭത്തിൽ പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തെ അപഗ്രഥിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്കൊരു വാക്യത്തിൽ അതിനെനിക്ക് പ്രചോദനം നൽകിയത് എൻ്റെ തന്നെ സുഹൃത്തായ ഹമീദ് ചെന്നങ്ങുലൂരാണ്. ആ സംഭവം ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. കാരണം നമ്മൾ കാത്തിരിക്കുന്നത് ഡോക്ടർ PK പോക്കർ ഈ പുസ്തകത്തിൻ്റെ രചനയുടെ ഒരു പശ്ചാത്തലം അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരാളല്ല, ഒരാശയ ലോകത്തിൻ്റെ പ്രതിനിധിയാണ്. അതിന് നേരിടേണ്ടി വന്ന, ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, അതും ഒരു തീർപ്പല്ല, തുടർ സംവാദത്തിനുള്ള അസംസ്കൃത പദാർത്ഥമായിരിക്കും. അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഞാൻ ഇദ്ദേഹത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ഓർക്കാട്ട് ഏരിയയും ഇന്ത്യക്കപ്പുറത്ത് ദൈക്ഷണികത തിളച്ചു മറിഞ്ഞ ഫ്രാൻസും ഒത്തുചേർന്നപ്പോൾ മലയാളത്തിന് ലഭിച്ച ഒരു ജനപക്ഷ പ്രതിഭയാണ് ഡോക്ടർ PK പോക്കർ എന്നാണ് ഞാൻ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ഈ ഒരു വാചകം തന്നെ കൂടുതൽ വിശദീകരിക്കപ്പെടാനുണ്ട്. പക്ഷേ ഇതിനെനിക്ക് പ്രചോദനം നൽകിയത് എൻ്റെ തന്നെ സുഹൃത്തായ ഹമീദ് ചെന്നങ്ങുലൂരാണ്. ഞങ്ങൾ നിരന്തരം കണ്ടുകൊണ്ടിരുന്നൊരു കാലത്ത്, ഇപ്പോൾ അവിധം പരസ്പരം പല കാരണങ്ങളാൽ കാണാറില്ല, കണ്ടുകൊണ്ടിരുന്നൊരു കാലത്ത് 1-2 ആഴ്ച കാണാതായപ്പോൾ പിന്നെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നീ എവിടെ പോയിരുന്നു? അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും പോക്കർ മാഷും കൂടി പഞ്ചാബിലെ സിക്ക് യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രഭാഷണത്തിന് പോയി. അപ്പോൾ നീ ഏത് ഭാഷയിലാണ് സംസാരിച്ചത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇംഗ്ലീഷിൽ. അതിന് നിനക്ക് ഇംഗ്ലീഷ് അറിയോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, പ്രസംഗിക്കാൻ ഇംഗ്ലീഷ് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എനിക്കറിയില്ല. പിന്നെ ഹമീദിൻ്റെ അടുത്ത കമൻറ്റ്, പിന്നെ ആ പോക്കർക്ക് മലയാളവും അറിയില്ല. അദ്ദേഹം ഉദ്ദേശിച്ചത് പോക്കർ മാസ്റ്റർ മലയാളം ഓർക്കാട്ടേരി മലയാളമാണ്. ഈ ഓർക്കാട്ടേരി മലയാളത്തിലെ ചില നീട്ടലും കുറുക്കലും ഒന്നും സ്റ്റാൻഡേർഡ് മലയാളമായിട്ട് പൊരുത്തപ്പെടില്ല എന്ന മട്ടിലാണ് ഹമീദ് ഒരു തമാശ പറഞ്ഞത്. ആ ഒരു തമാശയിൽ നിന്നാണ് ഞാൻ സത്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക ജീവിതത്തിൻ്റെ സ്രോതസ്സ് കണ്ടുപിടിക്കാനുള്ളൊരു ശ്രമം നടത്തിയത്. അപ്പോഴാണ് എനിക്ക് ബോധ്യമായത് ഓർക്കാട്ട് ഏരിയയും ഫ്രാൻസ് പ്രത്യേകിച്ച് എടുക്കാൻ കാരണം ദൈക്ഷണികത തിളച്ചു മറിഞ്ഞ. അതുമാത്രമല്ല, ഫ്രാൻസാണ് 1789 മഹാവിപ്ലവത്തിൻ്റെ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതിൻ്റെയൊക്കെ തുടക്കം ഫ്രാൻസാണ്. ലോക ഭൂപടത്തിൻ്റെ രാഷ്ട്രീയ മുഖച്ഛായ തിരുത്തിയെഴുതുന്നതിൽ ഫ്രഞ്ച് വിപ്ലവം വഹിച്ച പങ്ക് വളരെ കൂടുതലാണ്. നിരവധി ദൈക്ഷണികർ, ഇതെല്ലാം കൂടി ചേർന്നതാണ് ഡോക്ടർ PK പോക്കർ. അദ്ദേഹത്തിൻ്റെ ദൈക്ഷണിക ജീവിതത്തെക്കുറിച്ച്, ഈ ആത്മകഥയെക്കുറിച്ചൊരു വാക്ക് പറയാൻ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഡോക്ടർ KS മാധവൻ, അദ്ദേഹം ഈ ആത്മകഥയിൽ കടന്നു വരുന്നുണ്ട്. KS മാധവൻ എന്നോട് പറഞ്ഞു, ഇത് നിരവധി ആത്മകഥകൾക്കിടയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് ഇതൊരു ദൈക്ഷണിക ആത്മകഥ കൂടി ആയിത്തീർന്നതുകൊണ്ടാണ്. ഇതിൽ പരാമർശിക്കപ്പെട്ട എഴുത്തുകാർ, അവരെക്കുറിച്ച് കൂടി ഒരു കുറിപ്പ് ഇതിൽ കൊടുത്താൽ അത് വിപുലമായ ഒരു സൈദ്ധാന്തിക വായനയിലേക്കുള്ള ഒരു പ്രവേശനമായി തീരും. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഇതിലേറെ ഈ പുസ്തകത്തെപ്പറ്റി കുറേ പറയാനുണ്ട്. അത് പിന്നീട് ഒരിക്കൽ പറയുകയോ എഴുതുകയോ ചെയ്യാൻ കഴിയുമെന്ന് സ്വയം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ഡോക്ടർ PK പോക്കർ മാഷിൻ്റെ ഇതിനോടുള്ള പ്രതികരണം കേൾക്കാൻ ഇവിടെ നടന്ന ഏറ്റവും ഗംഭീരമായ, ഞാൻ പല പ്രകാശന ചടങ്ങുകളിലും സദസ്സിലും വേദിയിലൊക്കെ ഇരുന്നിട്ടുണ്ട്, എന്നാൽ ഒരു പ്രകാശന ചടങ്ങിലും ഇത്രമേൽ സൂക്ഷ്മമായി, അതും വളരെ കുറഞ്ഞ വാക്കുകളിൽ പുസ്തകം ആവിഷ്കരിക്കപ്പെട്ടിട്ടില്ല. അത്തരമൊരു ആവിഷ്കാരം നിർവഹിച്ച മലയാളത്തിൻ്റെ എക്കാലത്തെ അഭിമാനമായ പപ്പേട്ടൻ എന്ന് എല്ലാവരും സ്നേഹപൂർവ്വം വിളിക്കുന്ന, ഇൻ്റലക്ച്വൽ ജയൻറ്റ് എന്ന് വിളിക്കാവുന്ന പല കാരണങ്ങളാൽ വിശദീകരിക്കുന്നില്ല, അദ്ദേഹത്തെ ഞാൻ ഒരു ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ
അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഇടപെടൽ അവസാനിപ്പിക്കുന്നു.